ഈ അടുത്തൊരു UDF സർക്കാർ വരുമ്പോൾ ഒരു മന്ത്രിസഭ വരുമ്പോൾ അതിനകത്തൊരു നല്ല റോളിൽ ഒരു കീ റോളിൽ ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഒരുപാട് മനുഷ്യന്മാരുള്ള നാടാണത്. ഞാനടക്കമുള്ള മനുഷ്യന്മാർ വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 സ്റ്റേച്ചറിൽ നിന്നിട്ട് പോവാണ്, ഡൽഹിക്ക് പോവാണ്. പാലക്കാട് ഐഡിയ എന്താണ്? അല്ല പിന്നെ അതിലിപ്പം അടുത്തൊരു മന്ത്രിസഭ വരുന്നതിൽ ഒരു കീ റോള്, അല്ലെങ്കിൽ അടുത്തൊരു UDF ഗവൺമെൻറ്റിൽ ഒരു കീ റോള് എന്ന് താങ്കൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കീ റോള് ഞാൻ എടുക്കേണ്ടത് അങ്ങനെ ഒരു ഗവൺമെൻറ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും എടുക്കേണ്ടത്, ഓരോ UDF പ്രവർത്തനം എടുക്കേണ്ടത്. അപ്പം ഇപ്പോൾ കിട്ടിയൊരു ഉത്തരവാദിത്വം ആ നിലക്ക് കൂടെ ഉപയോഗപ്പെടുത്താനായിരിക്കണം ഞാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇൻഡിവിജ്വൽ റോൾസിൻ്റെ അവസരങ്ങളുടെയും മാത്രമല്ല, ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണല്ലോ, പാർട്ടി തീരുമാനങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രധാനം. ഞാൻ പണ്ട് KPCയിലെ ഇലക്ഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഏത് സീറ്റാണ് മത്സരിക്കേണ്ടതെന്ന് എഴുതി കൊടുക്കേണ്ട ഒരു ഇത് വരുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഏതാ സീറ്റ് എന്ന് പറയേണ്ട ഒരു സാധനം വരുന്നില്ല. അപ്പം ഞാൻ അധികം ഒന്നും ആലോചിക്കേണ്ട, എനിക്ക് മലമ്പുഴയിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു സാധനം പാലക്കാട് ജില്ലയിൽ തന്നെ. അപ്പോൾ അവന് വിളിച്ചിട്ട് പറഞ്ഞാൽ പാലക്കാടൊന്നും മലമ്പുഴയിലൊന്നും മത്സരിക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും സീറ്റ് പറയേണ്ടി വരുന്നു. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താൻ തലശ്ശേരിയാണ് മത്സരിക്കേണ്ടത്. അന്ന് 2011 പിറ്റേ ദിവസം 2 മണിക്ക് തലശ്ശേരി എത്തണം എന്ന് വരെയുള്ള ഡയറക്ഷൻ. പക്ഷേ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പറഞ്ഞു പാലക്കാട് തന്നെ മത്സരിക്കണം. അപ്പോൾ ഇപ്പം പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിയതും പാർട്ടി തന്നെയാണ്, ഒരു പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനത്തിൻ്റെ പേരിലാണ് അവിടെ പോയി ഞാൻ മത്സരിക്കുന്നത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകളുടെ ഉയരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തോളിലിരുന്നിട്ടാണ് ഞാൻ ആ കാഴ്ചകൾ കണ്ടത്. അപ്പോൾ അത് ഞാൻ മറക്കൂല. എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം ഇപ്പം വടകരയിലെ ജനങ്ങൾ തന്ന സ്നേഹത്തിൻ്റെ പേരിലാണ് കിട്ടുന്നത്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. ആ വടകരയിലെ ജനങ്ങളുടെ സ്നേഹത്തിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ പിന്നിൽ പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണ ചെറുതല്ലല്ലോ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു സ്പെഷ്യൽ കേസായിരുന്നു. അതിൽ അവരുടെ മുഴുവൻ മെഷീനറിയും ആ കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടാവുന്ന ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റും, പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിന് വന്നു, ആഭ്യന്തരമന്ത്രിയുടെ പ്രചരണം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ 2 മുഖ്യമന്ത്രിമാരവരുടെ 1-2 മുഖ്യമന്ത്രിമാരവിടെ പ്രചരണത്തിന് വന്നു, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ വന്നിരുന്നു. മുഴുവൻ റിസോഴ്സസും അവിടെ ഉപയോഗിക്കപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള മീഡിയ അറ്റൻഷനും ഹൈപ്പും സാധനം ഇപ്പോൾ വടകരയിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് പോലെയല്ല. അതിപ്പോൾ അവിടെ അദ്ദേഹം വന്ന് മത്സരിച്ച് കൊണ്ട് അത് അങ്ങനെ ഞാൻ അവിടെ ഓൾറെഡി ഉള്ള ആളും ആയിരുന്നുകൊണ്ട് അതൊരു പിന്നെ ഒരു 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 ബാലൻസ്ഡ് ഹൈപ്പല്ല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ പരീക്ഷണങ്ങളും അവിടെ നടത്തിയൊരു തെരഞ്ഞെടുപ്പിലും പാലക്കാട്ടെ ജനങ്ങൾ പിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ അനുഭവം. ഇനിയിപ്പം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ നോക്കുക. എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷമാണ് ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല വിജയത്തിൽ പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നൽകിയിട്ടുള്ളത്. പിന്നെ VK ശ്രീകണ്ഠൻ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന് ജയിക്കുമ്പോഴും പാലക്കാട്ട് അസംബ്ലി ലീഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് 2021 പാലക്കാട്ട് അസംബ്ലി ലീഡാണ് തന്നത്. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് അസംബ്ലി ലീഡാണ് തന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് അസംബ്ലിയിൽ നിന്ന് മറിച്ചൊരു റിസൾട്ട് വരാനുള്ള സാധ്യത പിന്നെ അവിടെ ഇല്ല. അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഒരു തീരുമാനമാണ്. ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഷാഫി പറമ്പിലിലെ പിൻഗാമിയെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഷാഫിക്ക് സേ ഉണ്ടാവും. അങ്ങനൊരു ഇതുണ്ടാവില്ലേ? ഫൈനൽ സേ പാർട്ടി തന്നെയായിരിക്കും. പാർട്ടിയുടെ സേയിൽ പിന്നെ ഒരു അഭിപ്രായം ഞാനും പറയും. അത് പിന്നെ പാലക്കാടിനും പാർട്ടിക്കും അവിടുത്തെ ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന പിന്നെ കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് പിന്നെ ഒരു പ്രതിപക്ഷ ധർമ്മം എന്നൊന്നുണ്ട്. ഒന്ന് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധികൾക്ക് ഒരു മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പിന്നെ അവർ ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള നിരന്തര ഇടപെടലുകൾ നടത്തുക. 2 പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ചോദ്യം ചെയ്താൽ മതിയാവില്ല. അത് തിരുവനന്തപുരം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഒരു പ്രതിപക്ഷ MLA കേരള നിയമസഭയിൽ ചോദിക്കേണ്ടി വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തന്ന അവസരങ്ങൾ എത്രയോ അടിയന്തര പ്രമേയങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു അടിയന്തര പ്രമേയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഇഷ്യൂസിനകത്ത് അവതരിപ്പിച്ച 2-3 പേരെടുത്താൽ ഒരു പേരിലാവാൻ എനിക്ക് പാർട്ടി മുന്നണിയും അവസരം തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി സഭയിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ അതുപോലെ ഈ ചെയ്തികളെ കേരള നിയമസഭക്കകത്ത് കേരളീയ പൊതുസമൂഹത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു ശബ്ദമാവണം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കും, പൊതുജനങ്ങളും മണ്ഡലത്തിൻ്റെ പുറത്തുള്ളവരും ആഗ്രഹിക്കും.